വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ഐ മാനേജ് മൈ സ്റ്റഡീസ് ആൻഡ് ഹൗ ദ വേ ഓഫ് സ്റ്റഡി. എൻ്റെ ഒരു ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത്, എൻ്റെ ഒരു ഡെയിലി റൊട്ടീനിൽ ഒരു സൺഡേയും മൺഡേയും ആ 2 ദിവസത്തെ ഒരു റൊട്ടീൻ ഞാൻ നിങ്ങൾക്ക് ടൈം ടേബിൾ ആയിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അത് മാത്രമല്ല, പിന്നെ എനിക്ക് ഒത്തിരി അധികം കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ട്. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം മേടിച്ച് ഷോർട്ട് വീഡിയോ ആക്കി ഇടാണ്, പിന്നെ മേടിച്ച് ലോങ് വീഡിയോ ആയിട്ട് ഇടാം. കാരണം ഇതൊത്തിരി ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണണം എന്ന് ഞാൻ പറയില്ല. സമയം വാല്യുബിൾ ആണ്. അപ്പോൾ വാല്യുബിൾ ആയ സമയം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ ഇല്ല, നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം, ഇപ്പോൾ പഠിച്ച് റെസ്റ്റ് എടുക്കണം, ആ സമയങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാം. എല്ലാവരും വീഡിയോസ് അങ്ങനെ കാണണം. പിന്നെ ടൈം മാനേജ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് പറയണം എന്നുള്ള കാര്യത്തിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു, നിങ്ങളെല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല, ഞാൻ കമൻറ്റ്സ് ടേൺ ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആ ഒരു ഗെസ്സി ക്വസ്റ്റ്യൻ ആണ്. അത് ആ ദിവസം എത്തുന്നത് വരെ ഞാനത് കണ്ടിന്യൂ ചെയ്യും. ആ ദിവസം എത്തിയാൽ പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അപ്പോൾ അത് എന്തിനാണെന്ന് നിങ്ങൾ ഞാൻ ഏതെങ്കിലും ഒരു ലാസ്റ്റ് വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഡ്രിൽ വീഡിയോ, എക്സാമ്പിൾ ഡാൻസ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ഇടാം, മിനി വ്ളോഗ്, ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ അതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ കമൻറ്റ് ഇടാം. പിന്നെ ക്ലൂസ് വേണമെങ്കിലും അതും കമൻറ്റ് ഇട്ടാൽ ഞാൻ ക്ലൂസ് തരുന്നതായിരിക്കും. ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കുറേ ദിവസമായി കുറേ ഗ്യാപ്പൊക്കെ ഇട്ടാണ് ഞാൻ വീഡിയോസൊക്കെ ഇട്ടത്. കാരണമൊന്നുമില്ല, എനിക്ക് ജൂൺ 29 to ജൂലൈ 6 വരെ എക്സാം നടക്കുകയാണ്. ഒരു ഗ്യാപ്പ് പോലും, സൺഡേ മാത്രം ലീവ് ഉണ്ട്, ബാക്കി എല്ലാ ദിവസവും എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് എക്സാം പോയത്. ടേം എക്സാമിന് മാത്രമേ ഗ്യാപ്പുള്ളൂ. അപ്പോൾ പഠിക്കാൻ കുറേ ഉണ്ട്. ഈ വർഷം തൊട്ട് എനിക്ക് ഓരോ സബ്ജക്റ്റിനും SS-ഉം സയൻസും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ SS-നാണെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് പഠിക്കണം. അപ്പോൾ കുറേ പുതിയ സിസ്റ്റം ഒക്കെ വന്ന് ഒത്തിരി ടഫാണ് റൊട്ടീൻ. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഉണ്ടാകാൻ പറ്റാത്തത്. പിന്നെ എക്സാം എൻ്റെ 7th ഫസ്റ്റ് എക്സാമാണ്. അപ്പോൾ കുറേ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സമയം കിട്ടുന്നില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാവരും കമൻറ്റ് ഇട്ടായിരുന്നു ജേണൽ വീഡിയോസ് ഇടോ, പിന്നെ ഡാൻസ് വീഡിയോസ് ഇടണം, മിനി വ്ളോഗ്സ് ഇടണം, അതൊക്കെ ഇടാം കേട്ടോ. നമ്മൾ എക്സാം നാളത്തോടെ കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ലേ ഉണ്ട്. ക്രിസ്ലേൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ തൂഫാൻ്റെ ഒരു വീഡിയോ ഇല്ലായിരുന്നു, ആൻറ്റി ഡ്രഗ്സിൻ്റെ ഡേ നടത്താം, ആ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ക്രിസ്ലേയും എക്സാമൊക്കെ ഒത്ത് നടക്കുകയാണ്, വീഡിയോസ് ഇടാൻ പറ്റില്ല എന്ന്. ക്രിസ്ലയിൽ ഞാൻ ടോട്ടൽ 5 ഇനത്തിൽ ആണ് പേര് കൊടുത്തിരിക്കുന്നത്. അതിലെനിക്ക് 5 അല്ല 4 ആണെന്ന് തോന്നുന്നുണ്ടോ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഞാൻ പറയാം. ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഉണ്ട്, മലയാളം റെസിറ്റേഷൻ ഉണ്ട്, മലയാളം എൽക്യൂഷൻ ഉണ്ട്, എസ്സേ റൈറ്റിംഗ് ഇംഗ്ലീഷ് ഉണ്ട്. ഈ 4ത്തിലാണ് കൊടുത്തത്. ഇതിൽ എനിക്ക് 2 ഇനത്തിൽ പോകാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ബ്ലഡ് ടെസ്റ്റ് ചെയ്ത വീഡിയോകൾ കണ്ടു കാണും, എനിക്ക് തല കറക്കം, മൈഗ്രെയിൻ, എല്ലാം ബോഡി മൊത്തം ഭയങ്കര പെയിൻ, അതൊക്കെ ഉണ്ടായിരുന്നു, ഫീവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ടയേർഡായിരുന്നു. അപ്പോൾ ആ 2 ദിവസം എനിക്ക് പോകാൻ പറ്റില്ല. മറ്റൊരു മലയാളം എൽക്യൂഷന് ഞാൻ പോയി എനിക്ക് സെലക്ഷനും കിട്ടി കേട്ടോ. ടോട്ടൽ 53 അത്ര ഉണ്ടെന്ന് വരുന്നത്, അത്രയും പേരിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ടോട്ടൽ 10 പേർക്ക് സെലക്ഷൻ കിട്ടിയുള്ളൂ, അതിലൊരാൾ ഞാൻ. അപ്പോൾ ജൂലൈ 9th 18 ഇത്രയും ദിവസങ്ങളാണ് ക്രിസ്ലേ നടക്കുന്നത്. അപ്പോൾ എക്സാം മൺഡേ തീരും, പക്ഷേ എക്സാം 16 തീരും. യൂത്ത് ഫെസ്റ്റിവൽ 9-ാം തീയതിയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ സെലക്ട് ആയെങ്കിലും എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ പഠിക്കാനുള്ള സമയം, എക്സാമിനുള്ള സമയം എല്ലാം കൂടെ ആകുമ്പോൾ വീഡിയോസ് ഇടാനും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഇടാത്ത മെയിൻ കാരണങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തീർന്നു. ഇനി നമുക്ക് ഉടനെ വീഡിയോ ഇട്ട് പോകാമേ, ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോ ഇട്ട് പോകാമേ. അപ്പോൾ എൻ്റെ സ്റ്റഡി റൂം മുകളിലാണ് വരുന്നത്, താഴെ എൻ്റെ ബെഡ്റൂമുണ്ട്, അമ്മേൻ്റെ ബെഡ്റൂം മാത്രമാണ്. അപ്പോൾ സ്റ്റഡി റൂമിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം ഞാൻ ഇപ്പോഴൊന്നും കാണിക്കില്ല. കുറേ നമുക്കൊത്തിരി മേക്ക് ഓവറൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നുള്ളൂ. അതാണ് ഞാൻ ഇത്ര മാത്രം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വീഡിയോ
സ്റ്റഡീസിൽ അതും എൻ്റെ ടിപ്സ് ഞാൻ പഠിക്കുന്ന എങ്ങനെയാണ് ദ വേ ഓഫ് സ്റ്റഡിനാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൗ ഐ സ്റ്റഡി, ദ വേ ഓഫ് സ്റ്റഡി, മൈ സ്റ്റൈൽ, എൻ്റെ സ്റ്റൈലിൽ ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നാണ്. ആദ്യം തന്നെ ഞാൻ 2 വർഷം കൊണ്ട് ചെയ്യുന്നൊരു ഇമ്പോർട്ടൻറ്റ് ഒരു സ്റ്റഡി ടിപ്പാണ്. ഒരു ബുക്കിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, ആ ചാപ്റ്ററിനുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും എഴുതി വയ്ക്കുക, അത് സൂക്ഷിച്ച് വയ്ക്കുക എന്നൊരു ബുക്ക്. അതിനു വേണ്ടി ഒരു ബുക്ക് ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ 2-3 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ വീഡിയോയിൽ. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടേമിനൊക്കെ പുതിയ ബുക്ക് എടുത്തായിരുന്നു, ഇതേപോലത്തെ പുതിയ ബുക്ക് എടുത്തപ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത്, അത് ആ പുതിയ ബുക്ക് എനിക്ക് കാണിച്ചില്ലാന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷത്തെയാണ്, ഈ വർഷത്തെ അല്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഈ ബുക്സൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ഇങ്ങനത്തെ ബുക്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇതേപോലെ നല്ല കവർ പേജ് എന്ന് വെച്ചാൽ നല്ല വൈബ്രൻറ്റ് കളേഴ്സൊക്കെ ഉള്ള കവർ പേജ് നോക്കിയാണ് എടുക്കാറ്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് സ്ക്രീൻ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇൻഡെക്സൊക്കെ ചെയ്യുന്ന വെച്ചാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഞാൻ എഴുതി വെച്ച് കാണിച്ചതാണ്. ഇതെൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ എഴുതി വെച്ച ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ഞാൻ നല്ല ഹാൻഡ് റൈറ്റിനാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയുണ്ടോ പിന്നെ സയൻസ് എടുത്തിട്ടുണ്ട്. അല്ല ഓരോ സബ്ജക്റ്റിനും ഞാൻ എടുത്തിട്ട് മാത്സിനുണ്ട്. നിറച്ച് പേര് ഞാൻ പഠിച്ചതാണ് കേട്ടോ. കറക്റ്റായിട്ട് കാണിക്കും. സൂക്ഷിക്കണമെങ്കിൽ ഇത് ഭയങ്കര മെമ്മറബിൾ ബുക്കാണ്. എൻ്റെ സക്സസ്സിലോട്ട് കൊണ്ടുപോയ ബുക്കായിരുന്നു. 7th എൻ്റെ സക്സസ്സിന് മെയിൻ റീസൺ ഈ ബുക്കാണ് കേട്ടോ. ഇത് മാർക്കൊക്കെ ഞാൻ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ എൻ്റെ സ്വന്തം ബുക്കാണ്. ഞാൻ ആർക്കും കൊടുത്തു ട്യൂഷനും ഉണ്ടാവില്ല, ഒന്നും ചെയ്യാറില്ല. ഇതെൻ്റെ ഫ്രണ്ട്സിന് ഈ ബുക്കിനെ കുറിച്ച് അറിയായിരിക്കും, ചില ഫ്രണ്ട്സിന് മാത്രം. ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഞാൻ സ്പീഡിന് പെട്ടെന്ന് കാണിച്ചുതരാം. ഇതൊക്കെ ഇംഗ്ലീഷാണ്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് റൈറ്റിംഗ് ആണ്. എനിക്ക് ഈ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഹാൻഡ് റൈറ്റിംഗ്. ഞാൻ കാണിച്ചിരുന്നത് മൊത്തം പേജും യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്രയും പേജൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ലാസ്റ്റ്. വേറെ അങ്ങനെ ഇല്ല, ഇത് കുറേ കാണിക്കാനാണെങ്കിൽ നമ്മൾ ലാഗ് അടിച്ച് പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങളൊരു ബുക്ക് എന്തായാലും മാനേജ് ചെയ്യണം. ഏത് ബുക്കായാലും മാനേജ് ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒന്ന് തോന്നുന്ന എല്ലാ പോയിൻറ്റ്സും എഴുതി വയ്ക്കുക. ഇത് ടൈം വേസ്റ്റിനാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ടൈം വേസ്റ്റ് ആണെന്ന് വെച്ചാൽ അത്രയ്ക്കല്ല, നിങ്ങൾ മാക്സിമം ടൈം കണ്ടെത്തിയിട്ട് എഴുതണം. നല്ല ഇമ്പോർട്ടൻറ്റ് ബുക്കാണ് കേട്ടോ അത്. ഞാൻ എക്സാം എല്ലാ വർഷവും റിവൈസ് ചെയ്യുന്നില്ലെങ്കിൽ എക്സാമിൻ്റെ TP ഡേയ്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് റിവൈസ് ചെയ്താൽ മതി. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം നമുക്കറിയാൻ പറ്റും. എല്ലാ പോയിൻറ്റ്സും എഴുതി വയ്ക്കാൻ പാടില്ല കേട്ടോ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം. നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഈ ടിപ്പില്ലായിരുന്നു, പക്ഷേ ഈ വർഷം തൊട്ട് ഞാൻ ആ ടിപ്പ് ആഡ് ചെയ്തതാണ്. ഈ ടിപ്പ് എന്ന് പറയുന്നത് ഒരു പ്ലാനർ ഉണ്ടാക്കുക എന്നാണ്. പ്ലാനർ എന്ന് വെച്ചാൽ ഒരു മെമ്മോ പാഡ് നിങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ വാങ്ങുക. അതിൽ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ ഉള്ളത് അല്ലെങ്കിൽ ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇത് എൻ്റെ ഈ വർഷത്തെയാണ് കേട്ടോ. ഞാൻ ഇതിനൊരു മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളെൻ്റെ റീലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ ലോങ് വീഡിയോസ് ടോട്ടൽ 3 ഇട്ടിട്ടുള്ളൂ. അതെല്ലാം ഞാൻ ലാസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഇതിനെല്ലാത്തിനും സൗണ്ട് കുറവാണ്. കാരണം എനിക്കറിയില്ല, ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പറയുന്നത് മൈക്കൊന്നും വെച്ചല്ല കേട്ടോ പറയണത്. അപ്പോൾ അതിനുള്ള കുഴപ്പമായിരിക്കും. ഞാൻ മാക്സിമം ലൗഡായിട്ടാണ് പറയണത്. ചില വേർഡ്സൊന്നും ക്ലിയർ ആവുന്നില്ല എന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു. മാക്സിമം ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ മെമ്മോ പാഡ് എന്ന് പറഞ്ഞൊരു റീല് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കണമെങ്കിൽ മേക്കിംഗ് വീഡിയോ കാണണം കേട്ടോ. സിമ്പിളാണ്, നമ്മൾ വൈറ്റ് പേപ്പർ വെച്ച് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളത് ചാപ്റ്റേഴ്സിൻ്റെയും അതിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതുക. എന്നിട്ട് നമ്മൾ ചെയ്ത് തരുമ്പോൾ ടിക്കിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് രീതി വേണോ പ്ലാനർ ഉണ്ടാക്കാം. ഇപ്പോൾ മെമ്മോ പാഡായിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ പോലെ ഇതേപോലെ ഉണ്ടാക്കി. ഇതേപോലത്തെ എൻ്റെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ. ഇതെല്ലാം എനിക്ക് യൂസ്ഫുള്ളാണ്. പിന്നെ ഇതാണ് എൻ്റെ സെക്കൻഡ് ടിപ്പ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അത്രയും ആവശ്യമാണെന്ന് മാത്രം ചെയ്താൽ മതി. ഇത് ടൈം വേസ്റ്റ് ആണെന്ന് വെച്ചാൽ അല്ല,
ടിക്കറ്റ് പോകാൻ മറക്കില്ല. ഇതൊരു ടൈം മാനേജബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ. ഇനി തേർഡ് വണ്ണിലോട്ട് പോവാം. സിമ്പിളാണ്. നിങ്ങളുടെ അടുത്ത് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ ഒരു ടൈമർ മെഷീൻ അതുമെല്ലാം വേണം. ഞാനിപ്പോൾ എൻ്റെ അമ്മേൻ്റെ പഴയ ഫോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റ് പഠിക്കുമ്പോഴും എത്ര മിനിറ്റ്സ് വേണമെന്ന് നിങ്ങൾക്ക് അറിയെങ്കിൽ അത്രയും മിനിറ്റ്സും നിങ്ങൾ ഫോണിലോ ക്ലോക്കിലോ ടൈമർ വെച്ചിട്ട് പഠിക്കുക. അപ്പം ഈ സമയമാണെങ്കിൽ വേസ്റ്റ് ആവാതിരിക്കും. ഇത് എനിക്ക് നല്ലോണം വർക്കൗട്ട് ആയിട്ടുള്ളതാണ്. ഇതും ഞാൻ 2 വർഷമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ ഈ ഫോണിലാണ്, ഇത് പിന്നെ പഴയ ഫോണാണ് കേട്ടോ. പഴയ ഫോണിലാണ് ഞാൻ ഈ ടൈമർ വെച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ടൈം വേസ്റ്റിനല്ലാത്ത ഒരു ടൈം മാനേജബിൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും ഇതേപോലെ നോട്ട്സ് ഉണ്ടാക്കണം. അത് മാത്രമല്ല, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, കുഞ്ഞ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണെങ്കിൽ താഴെ അവർ കളിക്കുകയാണ്. എൻ്റെ കസിൻസ് മൊത്തം അതിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. ഞാൻ മാക്സിമം ഡോർ അടച്ചിട്ടാണ് പറയുന്നത്. സൗണ്ട് എന്തായാലും ചെറിയൊരു പ്രോബ്ലം കാണും. സമയത്ത് തുടങ്ങിയതാണ്. ഇപ്പോൾ കറക്റ്റ് 12 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കി നോട്ട്സ് ഉണ്ടോ? അതോ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒത്തിരി ചെറിയൊരു യൂസ്ഫുൾ ആണ്. നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റിക്കി നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പറഞ്ഞ പോലെ മെമ്മോ പാഡ് പോലെ തന്നെ സ്റ്റിക്കി നോട്ടും. പക്ഷേ ഈ സ്റ്റിക്കി നോട്ടിന് യൂസ്ഫുൾ ആണിത്. ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഷീറ്റ് തന്നെ ഉണ്ട്. ഷീറ്റ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. എൻ്റെ കസിൻ ചേച്ചി ദുബായിൽ വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതാണ് ആ ഷീറ്റ് കേട്ടോ. ഇത് നമുക്ക് ദുബായിൽ ഡേ ടു ഡേ ഷോപ്പ് ആ കടയിൽ നിന്നാണ് വെച്ചത്. പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൽ ആദ്യം ഞാൻ മേടിച്ച് ജേണലൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാറ്. ജേണൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. നമുക്ക് പഠിക്കാനുള്ള ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. പക്ഷേ ഇതിൽ ഞാൻ ഏതൊക്കെ ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാനുണ്ട്, ചാപ്റ്റേഴ്സിൻ്റെ പേരെഴുതി, അതെനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ മാത്സ് എക്സാമിന് എഴുതി വെച്ചാണ്. എനിക്ക് ടഫുള്ള ആ ചാപ്റ്ററിൽ എനിക്ക് ടഫുള്ള പോർഷൻസൊക്കെ എഴുതി വയ്ക്കും. അത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസം ഇതൊന്ന് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായി ഇതെനിക്ക് ടഫായതുകൊണ്ട് ഞാൻ ഇതൊന്നുകൂടെ റിവൈസ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒന്നും കൂടെ യൂസ്ഫുൾ ആവും. കാരണം നമുക്കിപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു, കെമിസ്ട്രി, ഹിസ്റ്ററി, ജോഗ്രഫി അങ്ങനെ സയൻസും എസ്സും ഡിവൈഡ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നോട്ട്ബുക്ക് മിസ്സായി പോകണമെങ്കിൽ ഈ സ്റ്റിക്കി നോട്ട് അല്ല കേട്ടോ, പേപ്പറാണ്. ഇവിടെ സ്റ്റിക്കി നോട്ട് ഉണ്ട്. ഈ സ്റ്റിക്കി നോട്ട് നോട്ടീസ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സാണ്. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അടുത്ത ടിപ്സിലോട്ട് നമുക്ക് പോവാം. സിമ്പിൾ ടിപ്പാണ്. നിങ്ങൾ എൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടില്ലായിരുന്നു, ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് വീഡിയോ. അതിൽ ഞാൻ കുറേ ഹൈലൈറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു. എനിക്ക് ഈ ഹൈലൈറ്റേഴ്സ് വളരെ യൂസ്ഫുൾ ആണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ടെക്സ്റ്റ് ബുക്സിനും നോട്ട് ബുക്സിനൊക്കെ ഹൈലൈറ്റ് ചെയ്യാം. മാക്സിമം മൊത്തം ടെക്സ്റ്റ് ബുക്കിലാണ് കേട്ടോ. എനിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ വരച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ലോണം മനസ്സിലാവും. അത് മാത്രമല്ല എനിക്ക് ഇൻട്രസ്റ്റും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റേഴ്സ് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, ഈ വർഷം തൊട്ട് ഹൈലൈറ്റേഴ്സ് ഞാൻ വാങ്ങിച്ചു. ഞാൻ പേസ്റ്റൽ കളർ ഹൈലൈറ്റേഴ്സാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ അന്ന് പറയുന്നത് ബാബാസിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂളിൽ തന്നെ മിക്കവർക്കും ഈ പേസ്റ്റൽ തന്നെ ഉണ്ട്. ബാക്കി ഫ്ലൂറസൻ കളറും ബ്ലൂ കളർ അതിനെയും കാട്ടി കൊള്ളാവുന്നത് ഈ പേസ്റ്റലാണെന്ന് ഞാൻ പറയും. പേസ്റ്റലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളേഴ്സാണ്. മാത്രമല്ല നല്ല എസ്തെറ്റിക് ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പേസ്റ്റൽ ഉപയോഗിച്ചതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഇപ്പോൾ 4 കളേഴ്സാണ് ഉള്ളത്. ഗ്രീൻ, ബ്ലൂ, റെഡും പിങ്കും മിക്സ് ആയിട്ടുള്ള കളർ. പിന്നെ ഉള്ളത് ഗ്രീൻ, ബ്ലൂ, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ലാസ്റ്റ് വീഡിയോ കാണിച്ചായിരുന്നു. ഡാർക്ക് ബ്ലൂവും നമ്മുടെ ഡാർക്ക് റെഡും പിങ്കും മിക്സ് ആയിട്ടുള്ള കളറാണ്. ഇത് 4 എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കിത് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ
അതിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോണിലുണ്ട്. ആമസോണിൽ 116 പ്രൈസിനാണ് കേട്ടോ ഉള്ളത്. ഇത് മസ്റ്റ് വാങ്ങണമെന്ന് ഞാൻ പറയും, കാരണം നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ. ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആയിട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇതേപോലെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കും. അത് മാത്രം ടെക്സ്റ്റ് ബുക്കിൽ നല്ല ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്, അതെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിൽ അലൗഡ് ആണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. ചില ഇപ്പോൾ ഈ പേസ്റ്റലിൽ നിന്നാണെങ്കിൽ സ്പ്രെഡ് ആവില്ല, അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവില്ല. പക്ഷേ മറ്റേ ഹൈലൈറ്റേഴ്സ് ആണെങ്കിൽ ചില ഹൈലൈറ്റേഴ്സ് അപ്പുറത്തോട്ട് സ്പ്രെഡ് ആവും. അപ്പോൾ അതിനാണ് ഞാൻ പേസ്റ്റിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞത്. നല്ല ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കൂടെ പറയാനുണ്ട്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ മാക്സിമം 5:30 അല്ലെങ്കിൽ 5 o'clock എണീക്കണം. നമുക്ക് രാവിലെ നമ്മൾ എല്ലാവരും എളുപ്പമുള്ള സബ്ജക്റ്റ് ആക്കി പഠിക്കുന്നത്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോൾ എളുപ്പമുള്ള സബ്ജക്റ്റ് അല്ല എടുക്കുന്നത്, ടഫുള്ള സബ്ജക്റ്റാണ് രാവിലെ എടുക്കേണ്ടത്. ഓരോ ടൈമിലും ഓരോ സബ്ജക്റ്റ് വെച്ചാണ് എടുക്കേണ്ടത്. രാവിലെ 9:30 5 o'clock തൊട്ട് 9:30 വരെ ഒരു ടഫ് ടു മീഡിയം സബ്ജക്റ്റാണ് എടുക്കേണ്ടത്. ബാക്കിയുള്ള സമയങ്ങളിൽ മീഡിയം ടു ഈസി സബ്ജക്റ്റാണ് കേട്ടോ. വൈകുന്നേരം രാത്രി ആ സമയത്തൊക്കെ ഈസി സബ്ജക്റ്റ് എടുക്കണം. അപ്പോൾ പിന്നെ നിങ്ങളുടെ ഈസി സബ്ജക്റ്റ് ഏതെന്നും ടഫ് സബ്ജക്റ്റ് ഏതെന്നും കമൻറ്റ് ചെയ്യണം, ഞാൻ ചെയ്യാം. എൻ്റെ ഈസി സബ്ജക്റ്റ് എന്ന് പറയുന്നത് എനിക്ക് എല്ലാ സബ്ജക്റ്റും ഇഷ്ടമാണ്, എന്നാൽ എൻ്റെ ഈസി സബ്ജക്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഈക്വലാണ്, പക്ഷെ ഹാർഡ് എനിക്കുണ്ട് കേട്ടോ. ഹിസ്റ്ററി ഈ വർഷം തൊട്ടാണ് ഹിസ്റ്ററി തുടങ്ങിയത്. ഹിസ്റ്ററിയാണ് ഇത്തിരി അധികം ടഫ്, കാരണം ഇത്തിരി അധികം കാര്യങ്ങൾ എനിക്ക് പഠിക്കാറുണ്ട്. അത് മാത്രമല്ല ഇത്തിരി ടഫാണ് എനിക്ക് ഹിസ്റ്ററി പഠിക്കാൻ. ജോഗ്രഫിയും പൊളിറ്റിക്കലും കാട്ടി എനിക്ക് ഹിസ്റ്ററി പഠിക്കാനാണ് കേട്ടോ ടഫ്. അപ്പോൾ പിന്നെ ഒരു സെക്കൻഡ്, എക്സാം എഴുതുമ്പോൾ നോട്ടിലും എക്സാമിനും അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് മസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവണം. നല്ലൊരു നല്ല നീറ്റ്നെസ് ഉള്ള ഹാൻഡ് റൈറ്റിങ്ങും നിങ്ങൾ ബുക്ക് നിങ്ങൾക്ക് പഠിക്കണം തോന്നുമെങ്കിൽ നിങ്ങളെ ബുക്ക് നല്ല നീറ്റ് ഉണ്ടാവണം. ഒരു കളർഫുൾ അല്ല, ഒരു കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്ന ഒരു ലുക്കായിരിക്കണം ബുക്കിന്. നിങ്ങൾ നല്ല നീറ്റായിട്ടും സ്പെല്ലിങ് നിങ്ങളുടെ ബുക്കിൽ റെഡ് മാർക്ക് വന്നാൽ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല എൻ്റെ ബുക്കിൽ റെഡ് മാർക്ക് വരുന്നത്. അപ്പം റെഡ് മാർക്ക് ഞാൻ വരുത്താറില്ല, മിക്ക കോൺഫിഡൻസും ഞാൻ വരുത്താറില്ല കേട്ടോ. ഞാനെല്ലാം നല്ല കറക്റ്റായിട്ടാണ് എഴുതുന്നത്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കുറേ കമൻറ്റ്സിൽ കണ്ടായിരുന്നു, ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാമെന്ന്. താങ്ക് യു കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് ബ്ലാക്ക് പെൻ അത്ര ഇഷ്ടമല്ല, ജേർണലിൽ ചെയ്യാൻ മാത്രമേ ബ്ലാക്ക് പെൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ബ്ലൂ പെൻ വെച്ചാണ് എൻ്റെ ശരിക്കുള്ള ഹാൻഡ് റൈറ്റിംഗ് ഞാൻ കാണിച്ചായിരുന്നു നേരത്തെ. ഇതാണ് എൻ്റെ ശരിക്കുള്ള ഹാൻഡ് റൈറ്റിംഗ്. ഇതൊക്കെയാണ് കേട്ടോ. നല്ല ഞാനിങ്ങനെ ഉരുട്ടി പിടിച്ച് കുഞ്ഞായിട്ട് എഴുതാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ശരിക്കുള്ള ഹാൻഡ് റൈറ്റിംഗ്. എന്താണ് എനിക്കിഷ്ടം. നോട്ടിലൊക്കെ ഞാൻ ഇതിനെ ഇങ്ങോട്ട് ഒത്തിരി വലുതാക്കും, കാരണം മാത്സിന് ചിലവർക്ക് ചെറിയ ഹാൻഡ് റൈറ്റിംഗ് ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ ഹാൻഡ് റൈറ്റിംഗും എനിക്കിഷ്ടമാണ്. നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് നല്ല ഫൈൻ ബ്യൂട്ടിഫുൾ ആക്കണം, എന്നാൽ മാർക്ക് കിട്ടാൻ ഈസിയാണ് കേട്ടോ. സംഭവിച്ച കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഏത് സ്കൂളിലാണ്, എത്രാം ക്ലാസ്സിലാണ്, ഏത് ഡിവിഷനാണ് എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഞാൻ എൻ്റെ Q&A വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ലോങ് വീഡിയോ നോക്കുമ്പോൾ എൻ്റെ Q&A വീഡിയോ കാണണം. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേക്കും കാണുന്നത് ഇത്രയാണ് ഞാൻ പഠിക്കാറുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇത്രയും സമയമൊന്നും ആരും കാണില്ല എന്നറിയാം, എന്നാലും സമയമുള്ളവരാണെങ്കിൽ സമയം വേസ്റ്റ് ആവാതെ കാണണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഡെയിലി റൊട്ടീൻ പറയാൻ പറ്റില്ല, കാരണം ലാഗായി പോകും. അതുകൊണ്ട് സൺഡേത്തെയും സ്കൂളുള്ള ദിവസങ്ങളും സ്കൂളില്ലാത്ത ദിവസങ്ങളിലുള്ള ഒരു ഡെയിലി റൊട്ടീൻ പറയാമേ. സ്കൂളുള്ള ദിവസങ്ങളിൽ മൺഡേത്തെ ഡെയിലി റൊട്ടീൻ പറയാം. മൺഡേത്തെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ബസ് 6:30 അല്ലെങ്കിൽ 6:40 ആകുമ്പോൾ എത്തും കേട്ടോ. എൻ്റെ വീട് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തായതുകൊണ്ട് ഒത്തിരി താമസിക്കാറുണ്ട്. റെയിൽവേ ഗേറ്റ് അടയ്ക്കുമ്പോൾ താമസിക്കാറുണ്ട്. 6:30 തന്നെ എത്തും, 6:35 അത്രയും ആകുമ്പോൾ എത്തും കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 5:30 അല്ലെങ്കിൽ 5 o'clock എണീക്കും. ചില ദിവസങ്ങളിൽ 5:30 ആകും, കാരണം നല്ല ക്ഷീണം കാണും. ക്ഷീണം മാത്രമല്ല മഴയൊക്കെ ഇല്ലേ ഇപ്പോൾ, അപ്പോൾ ഞാൻ താമസിക്കാറുണ്ട്. പിന്നെ ഞാൻ 5 o'clock അല്ലെങ്കിൽ 5:30 എണീക്കും. ഡ്രസ്സ് ചെയ്ത് വരുമ്പോഴേക്ക് അച്ഛൻ തലേ ദിവസം തന്നെ തേച്ചിട്ട് വന്നിട്ട് പെട്ടെന്ന് ഡ്രസ്സ് ഇടാനൊക്കെ പറ്റും. ഡ്രസ്സ് ഇട്ട് റെഡിയായി സോക്സ് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് ഒരു 6:25 അതൊക്കെ ആവും. പിന്നെ ഞാൻ ഫുഡ് ഒരു ശകലം കഴിച്ചിട്ടാണ് പോകുന്നത്. ഒരു ദോശ
അല്ലെങ്കിൽ ഒരു അപ്പം, ഒരു ഇടിപ്പം, രണ്ടിടിപ്പം, 2 ഇഡ്ഡലി അതൊക്കെ ഞാൻ കഴിച്ചിട്ട് പോണത്. കൂടുതൽ കഴിക്കുന്നില്ല, ഒരു ലൈറ്റായിട്ട് കഴിച്ചിട്ട് പോകും. പിന്നെ എനിക്ക് തൊട്ടിൽ എൻ്റെ സ്കൂളിലെ വർക്കിംഗ് എന്ന് പറയുന്നത് 8 o'clock to 1:30 ആണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചും ബസ്സിൽ എനിക്ക് 1 hour ട്രാവലിംഗ് ഉണ്ട്. അത് കഴിയുമ്പോൾ ഞാൻ സ്കൂളെത്തിയിട്ട് സ്കൂളിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്നത് 9:20 to 9:55 എത്രയാണ് കേട്ടോ. 9:20 ആയിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ എനിക്ക് തൊട്ടുള്ള 8 പീരീഡാണുള്ളത് സബ്ജക്റ്റായിട്ട്. അതിന് 2 ബ്രേക്ക് ഉണ്ട് കേട്ടോ. 2 ബ്രേക്കിൽ ഫസ്റ്റ് ബ്രേക്ക് ഞാൻ പറഞ്ഞില്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്കാണ്. ഫസ്റ്റ് 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്, പിന്നെ 3, പിന്നെ ബ്രേക്ക്, പിന്നെ 2, പിന്നെ 3, അങ്ങനെയാണ് വരുന്നത്. 8 എന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് 11:30 to 11:45 ആണ് സെക്കൻഡ് ബ്രേക്ക് വരുന്നത്. സെക്കൻഡ് ബ്രേക്ക് വന്നത് സ്നാക്സ് ആണ് കേട്ടോ, ഒരു ലൈറ്റ് സ്നാക്സ് ആണ്. പിന്നെ 1:30 ആകുമ്പോൾ സ്കൂൾ വിടും. സ്കൂൾ വിട്ടിട്ട് ഞാൻ നേരെ ബസ്സിൽ വരും. സ്കൂൾ ബസ്സാണ് കേട്ടോ. ഞാൻ സ്കൂൾ ബസ്സിൽ വന്നിട്ട് ഒരു 3:20 അല്ല 3:20 ഒന്നും ആവില്ല. റെയിൽവേ ഗേറ്റ് അടച്ചാൽ കൂടുതൽ താമസിക്കാറുണ്ട്. ഒരു 3:08 അല്ലെങ്കിൽ 3:05 ഒക്കെ ആകുമ്പോൾ എത്തും. 5 അല്ല 3:18 അത്രയ്ക്ക് ആകുമ്പോൾ എത്തും. റെയിൽവേ ഗേറ്റ് അടയ്ക്കുന്ന അനുസരിച്ചാണ് ഞാൻ വീടെത്തുന്നത്. കൊടുത്തിരിക്കുന്നത് 3:10 ആണ്. ഞാനൊരു 3:08, 18 അത്ര ആകുമ്പോൾ എത്തും കേട്ടോ. 8 കഴിഞ്ഞിട്ട് എനിക്ക് 3:15 എനിക്ക് 3:15 എനിക്ക് ട്യൂഷൻ ഉള്ളത്. ഞാൻ എത്തുമ്പോൾ 3:45 അല്ലെങ്കിൽ 3:45 ആകും കേട്ടോ. 45 ആകും. പിന്നെ 6:30 എക്സാമുള്ള ഡേയ്സ് ആണെങ്കിൽ 6:30 വരെയായിരിക്കും ക്ലാസ്. എക്സാം ഇല്ലാത്ത ദിവസമാണെങ്കിൽ 6 o'clock വരെയായിരിക്കും ക്ലാസ്. ഞാൻ വീടെത്തുമ്പോൾ ഒരു 6:45, 6:38 അത്രയൊക്കെ ആവും. വീടെത്തിയിട്ട് പിന്നെ കുളിച്ചിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പഠിക്കാൻ കയറും. പിന്നെ എനിക്ക് ചില ദിവസങ്ങളിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നെ പറയാം. ഓൺലൈൻ ക്ലാസ് എന്താണ് അതിനൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഓൺലൈൻ ക്ലാസ് ചില ദിവസങ്ങൾ മാത്രമേ കാണുള്ളൂ. ചില ദിവസങ്ങളിൽ നേരത്തെ പറയും, ചില ദിവസങ്ങളിൽ 7:30 അത്രയായിരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പഠിക്കുന്നു, പിന്നെ ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ഇത്രയാണ് എൻ്റെ റൊട്ടീനായിട്ട് വരുന്നത്. പിന്നെ എനിക്ക് മാക്സിമം സ്പീഡാക്കാൻ നോക്കും. ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് അല്ലെങ്കിൽ ഞാൻ പോളിട്ട പോലെ എൻ്റെ ബ്ലഡ് ടെസ്റ്റിംഗ് വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നതായിരിക്കും. ചിലപ്പോൾ മാത്രം കേട്ടോ. ലെങ്ത് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിയൽ വോയിസ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും അമ്മ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാൻ കരഞ്ഞ്, എനിക്ക് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ്. കരഞ്ഞ് ശരിക്കും കുത്തുന്നതിന് മുമ്പ് ഞാൻ കരഞ്ഞു കേട്ടോ. കാരണം എനിക്ക് നല്ല വേദന എടുക്കുന്നതൊക്കെ പേടിയുള്ളതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഞാൻ പാട്ടിട്ടാണ് ഇട്ടത്. അപ്പോൾ ഞാൻ എല്ലാവരും കമൻറ്റ് ഇട്ടായിരുന്നു, പോളും കമൻറ്റും ഇട്ടായിരുന്നു പാട്ട്, അത് വോയിസ് കേൾക്കണം എന്ന് പറഞ്ഞ്. നമുക്ക് വോയിസ് ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ഇത് ലാസ്റ്റ് ഇടാൻ നോക്കാമേ. ആദ്യം പറഞ്ഞ പോലെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇനി ലോങ് വീഡിയോ എപ്പോഴാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 1 hour എടുത്തു, സത്യം ഇത് 1 hour എടുത്തു ഈ വീഡിയോ എടുക്കാൻ. കുറേ വട്ടം കട്ട് ചെയ്താണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ ഇനി 1 hour ഒക്കെ എടുക്കും ഇനി എഡിറ്റ് ചെയ്തൊക്കെ ചെയ്യാൻ. എഡിറ്റിനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ റീൽസിനൊക്കെ നിങ്ങളൊന്ന് സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് അതെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കും. എന്തൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഇഞ്ചക്ഷൻ എടുക്കുന്ന വേല ആണെങ്കിൽ അതെവിടെയെങ്കിലും കയറി പോകും. ഒന്നുമില്ല, നീ കണ്ണടച്ചേ. എന്ത് ഞാൻ ഡോക്ടറെ വിളിക്കും. കൈനോട് തുടരുത്. ചെറിയ സൂചി കൊച്ചു പിള്ളേരെ കുത്തി. ഞാൻ പറയുന്നത് നിനക്ക് കേട്ടാൽ നിനക്ക് വേദനിക്കത്തില്ല. ചതിക്കൂ. ഇത് ഇഞ്ചക്ഷൻ അല്ല, ഇത് ബ്ലഡ് ആണ്. എല്ലാരും വന്ന്
ഏയ്, ഇച്ചു. കുത്തു മുമ്പേ നീ കരഞ്ഞ്. കുത്തിയില്ല, അതിന് മുമ്പേ ഇത് കരഞ്ഞു. കള്ളം കരച്ചിലാണ് കേട്ടോ അപ്പൊ. ഇത് വേറെ കള്ളം കരച്ചിലാണേ. ഇത് കള്ളം കരച്ചില്ലേ? ഞാൻ സൂചി വെക്കുമ്പോ നീ കരഞ്ഞു. മടക്കി വെക്കാൻ പറയല്ലേ. മടക്കി വെച്ചോ, മടക്കി വെച്ചോ, മടക്കി വെച്ചോ. അല്ലെങ്കിൽ ബ്ലഡ് വരും. മടക്കി വെക്കേ. കഴിഞ്ഞല്ലോ. ഇപ്പൊ വേദനയൊന്നുമില്ലല്ലോ. ഞാൻ കരഞ്ഞ സ്റ്റിക്കർ ഒന്നുമില്ല. കരയാതെ കരയാ